ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ടങ്ക്. ഇവിടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ പടത്തിന്റെ പേര് ഞാൻ മറന്നില്ല. മുഫാസ. മുഫാസ ദി ലയൺ കിങ്. ഓക്കെ, സോ അറിയാം കുട്ടികൾക്കുള്ള സിനിമയാണ്. മെയിനായിട്ട് കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളും കുട്ടികളായിട്ട് തന്നെയാണ് പോയി കണ്ടത്. പക്ഷെ എന്നാലും അതെ, മീൻസ് ഇവർ ഈ സ്റ്റുഡിയോ അല്ലേ, ഈ ഹോളിവുഡ് സ്റ്റുഡിയോസിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ 1 ബില്യൺ അടിച്ചു ഒരു സിനിമ. അപ്പം എന്തായാലും അതിൻ്റെ അടുത്ത പാർട്ട് മീൻസ് ഇവർ ഫണ്ട് ഇറക്കുന്നത് എന്തില്ല, വിഷ്വൽ എഫക്ട്സിൽ, CGI കാര്യങ്ങളിലൊക്കെ ഇറക്കും. പക്ഷെ കുറച്ച് പൈസ സ്ക്രീൻ പ്ലേയിലാ, റൈറ്റിങ്ങിൽ കൊടുത്താൽ ഇതിലും നല്ലൊരു സിനിമ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ 1 ബില്യൺ വീണ്ടും അടിക്കാം. പക്ഷെ അവരത് ചെയ്യില്ല. അവർക്ക് മറ്റേ സിനിമയുടെ ഓസിയിൽ കുറച്ച് പൈസ കൂടുതൽ ഉണ്ടാക്കണം. അത് ഇതിലും അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് സിനിമയിൽ കഥ എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. മീൻസ് സ്കാർ എന്ന് പറയുന്ന വില്ലൻ, ഇത്രയും ടെററായിട്ടുള്ളൊരു വില്ലൻ, ആള് ബാക്ക് സ്റ്റോറി, ആള് വില്ലൻ ആവുള്ള റീസൺ ഇത്രയും ചെറുതാക്കി നിങ്ങൾ. എനിക്കത് ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിരുന്നു, സത്യം പറയാലോ. പിന്നെ CGI ക്യാരക്ടേഴ്സ്, വിഷ്വൽ എഫക്ട്സ് ഒന്നും പറയാനില്ല. ലൈക്ക് ടോപ്പ് നോച്ച്. പിന്നെ കുറച്ചുകൂടി എനിക്ക് ഇതിലാണ് വിഷ്വൽ എഫക്ട്സ് കുറച്ചും കൂടി ഇഷ്ടമായത്. CGI മീൻസ് അവരുടെ ഫേസ് ആനിമേഷൻ ആയാലും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റേതിൽ കറക്റ്റ് ഒരു നാഷണൽ, ലൈക്ക് ഒരു ഡിസ്കവറി ചാനൽ കാണുന്ന ഫീൽ ആയിരുന്നു. മീൻസ് ആനിമൽസ് പോകുന്നു വരുന്നു, അവരുടെ ഫേസ് എക്സ്പ്രഷൻ ആയാലും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഒരു ആനിമലിസ്റ്റിക് ആയിരുന്നു. ഇപ്പോൾ കുറച്ചൊരു ഹ്യൂമനൈസ് ചെയ്തിട്ട്, മീൻസ് അത് കാണുമ്പോൾ മനസ്സിലാവും, വ്യത്യാസം മനസ്സിലാവും. മീൻസ് കുറച്ചൊരു ഹ്യൂമനൈസ്ഡ് ആണ് അവരുടെ ഫേസ്, കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഫേസ് ആക്കി അവരുടെ ഫേസ് ആനിമേഷനും കാര്യങ്ങളും. അത് എനിക്ക് കുറച്ചും കൂടി നമുക്ക് കാണുമ്പോൾ കുറച്ച് റിലേറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ടോട്ടലി ഒരു CGI ക്രിയേറ്റ് ചെയ്ത വേൾഡ് ആയതുകൊണ്ട് റിയാലിറ്റിയിൽ പോസിബിൾ അല്ലാത്ത കുറേ ക്യാമറ ആംഗിൾസ് ഉണ്ട്, ലൈക്ക് കണ്ടിന്യൂസ് ഷോട്ടുകൾ. പിന്നെ ഒരു സമയം ഇപ്പോൾ തലവേദന തുടങ്ങിയിട്ടാ. മീൻസ് ക്യാമറ മൂവിങ് തന്നെ എല്ലാ ടൈമും, ലൈക്ക് ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ മൂവിങ് തന്നെ. ഒരു ഹോളിവുഡ് സിനിമയിലെ ഇതൊക്കെ ശ്രദ്ധിച്ചൂടെ? മ്യൂസിക് പോരാ. എനിക്ക് ആകെ എൻ്റെ മൈൻഡിൽ ഇത്ര ഒരു 7-8 പാട്ട് സംതിങ് ഉണ്ട്. അതിൽ ആ ഫസ്റ്റത്തെ ഒരു പാട്ടുണ്ട്, ഐ ഓൾവേസ് വാണ്ടഡ് എ ബ്രദർ. അത് മാത്രം ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആ പാട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് ഫോർഗറ്റബിൾ. പിന്നെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഇതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി എങ്ങനെയും കണക്റ്റ് ആക്കണം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയൊരു തട്ടിക്കൂട്ട് കഥയും എല്ലാ പൈസയും കൂടി VFX മുടക്കി കുട്ടികളെ കൊണ്ട് കാണിക്കാം. ബിക്കോസ് ഇത് ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമയാണ്. അവർക്ക് അതൊന്നും പ്രോബ്ലം ഇല്ലേ. പക്ഷെ അവരൊപ്പം മേടിക്കുന്ന പാരൻസിന് നല്ല ബോറടിയാൻ ചാൻസ് ഉണ്ട്. ബട്ട് വൺ ടൈം വാച്ചബിൾ ആണ്, കുട്ടികളൊപ്പം പോയി ഇരുന്ന് കാണാം. നിങ്ങളുടെ സിനിമ ഉണ്ടാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇവിടെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.